സ്നേഹാതിരണികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാവരനും കരുണയുള്ള റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനെ വരവേൽക്കുവാൻ ലോകത്തെ കോടാനുകോടി മുസ്ലിംകൾ മസ്ജിദുകളും വീടുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും സംശുദ്ധമാക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 11 മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നിട്ടുള്ള സ്ഖലിതങ്ങളും തെറ്റുകളും പാപങ്ങളും അതെല്ലാം കഴുകി ശുദ്ധിയാക്കുവാൻ റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികൾക്ക് വരദാനമായി നൽകിയ പരിശുദ്ധമായ മാസമാണ് വിശുദ്ധ റമളാൻ. കഴിഞ്ഞ മാസങ്ങളിലെ പോലെയുള്ള സംസാരമല്ല റമളാനിൽ നാം അടയാളപ്പെടുത്തേണ്ടത്. മറ്റുള്ള മാസങ്ങളിലുള്ള സംസാരം പോലെയും നോട്ടം പോലെയും ഇടപെടലുകൾ പോലെയുമല്ല നാം സ്വീകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന പരിശുദ്ധ റമളാനിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച സ്വഹീഹായ ഒരു ഹദീസ് റമളാനിലും അല്ലാത്തപ്പോഴും നാം പലവരും കേട്ടതാണ്. മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചൊല്ലുകയും അമ്പിയാക്കന്മാരിൽ ശ്രേഷ്ഠവാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ആമീൻ പറയുകയും ചെയ്ത ആ 3 പ്രാർത്ഥനകളിൽ ഒന്നാമത്തത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്: അല്ലാഹുവേ, റമളാൻ എത്തിയിട്ടും ആ റമളാൻ മുഖേന പാപങ്ങൾ പൊറുക്കപ്പെടാൻ അമലുകൾ ചെയ്യാത്തവരെ നീ കാരുണ്യത്തിൻ്റെ നോട്ടം ഉണ്ടാകാതിരിക്കണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചൊല്ലുകയും മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ ചൊല്ലുകയും ചെയ്ത ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പലവരും നാം കേട്ടതാണ്. ഈ റമളാനിൽ നാം നേടിയെടുക്കണം വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപക്കറയുടെ ആ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കുവാനുള്ള അമലുസ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധ റമളാനെ സമ്പന്നമാക്കണം. കുറച്ചുകൂടി കഴിയട്ടെ എന്നുള്ള ആ ഒരു ചിന്ത വിശ്വാസികൾക്ക് ഒരിക്കലും ഭൂഷണമല്ല. കഴിഞ്ഞ റമളാനിൽ ആരോഗ്യത്തോടു കൂടിയിരുന്ന എത്ര ആൾക്കാരാണ് ഇന്ന് പരസഹായം കൂടാതെ എണീറ്റ് നടക്കുവാൻ സാധിക്കുക? നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ അനുഭവങ്ങളിൽ തന്നെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ റമളാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എത്ര പേരാണ് ഈ റമളാനിൽ ബർസഖിയായ ലോകത്ത് അവർ കഴിയുന്നത് എന്നതും നമുക്ക് എത്രയോ ആൾക്കാരുടെ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാളെ നന്നാകാം എന്നുള്ള ഒരു ചിന്ത ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേടിയെടുക്കാവുന്ന നന്മകളിലെല്ലാം നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തിക്കൊണ്ട് റബ്ബിൻ്റെ വരദാനമായ സ്വർഗം നേടിയെടുക്കുവാനുള്ള നന്മകളിൽ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തലാണ് ഒരു വിശ്വാസിയുടെ കരണീയമായ അനിവാര്യമായ നിലപാട്. നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ 2 അഅറാബികൾ വന്നുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. അതിൽ 2 പേരെ സംബന്ധിച്ചും ഹദീസുകളിൽ വന്നിരിക്കുകയാണ്. സുനൻ ഇബ്നു മാജയുടെ 3925 നമ്പർ ഹദീസാണ്. 2 പേരും ഇബാദത്തുകളിൽ വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. വളരെ ഉത്സാഹത്തോടുകൂടി അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ജീവിതത്തെ അടയാളപ്പെടുത്തിയിരുന്നു. അങ്ങനെ അതിൽ ഒരാൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഷഹീദായതായി ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. തൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സ്വപ്നം കാണുകയാണ്. ആ ഇസ്ലാം മതം സ്വീകരിച്ച് 2 പേരും മരിക്കുകയാണ്. ആദ്യം മരിച്ചത് ദീനിൻ്റെ മാർഗത്തിൽ ഷഹീദായ ആ സ്വഹാബിയാണ്. 1 വർഷം കഴിഞ്ഞാണ് മറ്റേ സ്വഹാബിയും മരിക്കുന്നത്.
തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. എന്താണ് ആ സ്വപ്നം? ദീനിന് വേണ്ടി ഷഹീദായ ആ മനുഷ്യൻ സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് ആദ്യമായി പരിഗണിക്കുന്നത് ആ ഷഹീദായ മനുഷ്യൻ്റെ മരണത്തിന് ശേഷം 1 വർഷം കൂടി ജീവിച്ചിരുന്ന ആ ഒരു സ്വഹാബിയാണ്. തൽഹത്ത് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ഈ കാര്യം പറഞ്ഞു. ഞാൻ കണ്ട ഈ സ്വപ്നം. അത്ഭുതത്തോടുകൂടി പരസ്പരം സ്വഹാബാക്കൾ സംസാരിച്ചു. ദീനിന് വേണ്ടി ഷഹീദായ മനുഷ്യനേക്കാളും അല്ലാത്ത ഒരാൾക്കാണോ പരിഗണന അള്ളാഹു നൽകുക എന്നുള്ള വിസ്മയത്തോടുകൂടിയുള്ള പരസ്പരമുള്ള ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകർ ചോദിക്കുകയാണ്, മിൻ അയ്യി ദാലിക തഅജബൂൻ, ഇതിലേതാണ് അത്ഭുതപ്പെടാനുള്ളത്? എന്തിനാ നിങ്ങൾ വിസ്മയിക്കുന്നത് സ്വഹാബാക്കളെ എന്ന് ചോദിക്കുമ്പോഴേക്കും, യാ റസൂലല്ലാഹ് ഹാദാ കാന അശദ്ദ ജിത്ഹാദൻ സുമ്മ ഇസ്തശ്ഹദ ഫീ സബീലില്ലാഹ്, അതിൽ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സാക്ഷ്യം വഹിച്ചയാളാണ്, ധീരയോദ്ധാവാണ്, അങ്ങനെയാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. മറ്റേയാൾ അതിനുശേഷം 1 വർഷം കഴിഞ്ഞാണ് മരിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് സ്വഹാബികൾ പറയുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ തിരിച്ചു ചോദിക്കുകയാണ്, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സനതൻ, അതെ 1 വർഷം ശേഷമല്ലയോ അദ്ദേഹം മരിച്ചത്? ബലാ, അതേ റസൂലേ. അപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വ അദ്റക റമളാന ഫസ്വാമഹു വസല്ലാ കദാ വകദാ മിൻ സജദത്തും ഫിസ്സുന്ന. പ്രവാചകർ വിശദീകരിച്ചു കൊടുക്കുകയാണ്, അദ്ദേഹം ആ ഷഹീദായ മനുഷ്യൻ്റെ മരണത്തിന് ശേഷവും റമളാനിൽ സാക്ഷ്യം വഹിച്ചയാളാണ്. ഒരുപാട് സുന്നത്തുകൾ ആ 12 മാസങ്ങൾ കൊണ്ട് നേടിയെടുത്തയാളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ പരിഗണനീയമാവുക, ആയുസ് അധികമായി ലഭിക്കുകയും അതുകൊണ്ട് അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത ഒരു മനുഷ്യനെയാണ് അല്ലാഹു തആല പരിഗണിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർള്, അവ തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ആകാശഭൂമികളുടെ അതിനിടയിലുള്ള ദൂരത്തേക്കാൾ വലുതാണ് സ്വഹാബികളെ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, വിശ്വാസികളെ, ഇത് നമുക്കുള്ള പാഠമാണ്. നമുക്കെത്ര വയസ്സായി? നമ്മുടെ ആയുസ് അള്ളാഹുവിൻ്റെ വരദാനമാണ്. ഇനിയുള്ള എപ്പോഴാണ് നമ്മുടെ ആയുസ് അവസാനിക്കുക എന്നുള്ളത് നമുക്ക് അജ്ഞതയുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആ അതിഥിയായ റമളാനെ വേണ്ട വിധം നാം ജീവിതത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പുണ്യകരമായ ആ ഷഹീദിനേക്കാളും ഏറ്റവും കൂടുതൽ പുണ്യമുള്ള ആ സ്വർഗം നേടിയെടുക്കുവാനുള്ള ജീവിതത്തിൽ നമ്മുടെ അമല് സ്വാലിഹാത്തുകൾ കൂടി അടയാളപ്പെടുത്തണമെന്നാണ് സഹോദരങ്ങളെ ഈ ഹദീസിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അതിഥിയാണ് നമ്മിലേക്ക് വരാൻ പോകുന്നത്. നമുക്കറിയുമല്ലോ, സാധാരണ ഒരു അതിഥി നമ്മുടെ വീടുകളിൽ വന്നാൽ എന്തുമാത്രം നാം അദ്ദേഹത്തെ സ്വീകരിക്കും. അങ്ങനെ ഒരു അതിഥിയെ സ്വീകരിക്കുന്ന ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫയുക്രിം ലൈഫഹു, അവൻ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ, അവൻ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ അവൻ പരിഗണിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കറിയാം, അതിഥികളെ സ്നേഹിക്കേണ്ടതിൻ്റെയും ആ അതിഥികളെ പരിഗണിക്കേണ്ടതിൻ്റെയും ആ ഒരു പ്രാധാന്യം നാം പഠിച്ചവരാണ്. നോക്കൂ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി, ദരിദ്രനായ ഒരു മനുഷ്യൻ പ്രവാചകരുടെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അൻസ്വാരികളായ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, ആരാണ് ഈ അതിഥിയെ സ്വീകരിക്കുക? വീട്ടിൽ ചെന്നുകൊണ്ട് ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത് ആരാണ് എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് സ്വഹാബാക്കളിൽ പലരും വീട്ടിൽ വന്നുകൊണ്ട് ഭാര്യമാരോട് ചോദിക്കുകയാണ്, നമുക്കൊരു അതിഥിയുണ്ട്, റസൂലുള്ളാഹിൻ്റെ അതിഥിയാണ്, ആരാണ് ആ അതിഥിയെ സൽക്കരിക്കുക എന്ന് സ്വഹാബികൾ ചോദിക്കുമ്പോൾ ഭാര്യമാർ പറയുകയാണ്, ഇല്ല, നമ്മുടെ വീട്ടിൽ നമുക്കുള്ള ഭക്ഷണം തന്നെയില്ല, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് എന്ന് സ്വഹാബികൾ മനസ്സിലാക്കിക്കൊണ്ട് അവസാനം പ്രവാചകർ വീണ്ടും ചോദിക്കുകയാണ്, ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹാനായ ഒരു സ്വഹാബി, അൻസാരിൽപ്പെട്ട ഒരു സ്വഹാബി അള്ളാഹുവിൻ്റെ പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ആ അതിഥിയെ സ്വീകരിച്ചു കൊള്ളാം. വീട്ടിലേക്ക് ചെല്ലുകയാണ്, ഭാര്യയോട് ചോദിക്കുകയാണ്, അതിഥിക്ക് എന്താണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, മക്കൾക്കുള്ളതല്ലാതെ ഒന്നുമില്ല റസൂലേ,
അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിഥിയാണ്. മക്കൾക്കില്ല എങ്കിലും നമുക്ക് ഭക്ഷണമില്ല എങ്കിലും വന്ന അതിഥിയെ മാനിക്കേണ്ടതും പരിഗണിക്കേണ്ടതും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് ആ സ്വഹാബി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അതിഥിയെ ഏറ്റവും നന്നായി പരിഗണിച്ചുകൊണ്ട് കുട്ടികളെ പട്ടിണിക്കിട്ട് ഉറക്കിയെന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും വലിയ പുണ്യകരമാണെന്ന് മനസ്സിലാക്കിയ ആ സ്വഹാബികൾ രണ്ടുപേരും അവർ ഭക്ഷണം കഴിച്ചതുപോലെ അവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. അവർ നന്നായി ഭക്ഷണം അതിഥികളെ ഊട്ടുകയാണ്. പ്രഭാതമാവുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം പറയുമ്പോൾ പൊന്നാര റസൂലുള്ള പറയുകയാണ്, ഖദ് അജ്ബല്ലാഹ്, അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ കാര്യത്തിൽ. മിൻ സുനീഇകുമാ ബിളൈഫികും അല്ലൈല, നിങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളിൽ വന്ന അതിഥിയെ സൽക്കരിച്ചത് കണ്ടുകൊണ്ട് റഹ്മാനായ റബ്ബ് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിലെ 9-ാമത്തെ ആയത്ത് പോലും അവതരിച്ചു എന്ന് മുഫസ്സിരീകൾ പറയുകയാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഹസാസത്തുൻ, ദാരിദ്ര്യം പരിഗണിക്കാതെ, സ്വന്തം ജീവിതത്തിൽ പ്രയാസമുണ്ട് എന്നുള്ള കാര്യം പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് പരിഗണന നൽകുന്ന അൻസ്വാരികളെ കുറിച്ചുള്ള ആ ഒരു പ്രശംസനീയമായ വചനമാണ് ഈ ആയത്തിൽ കൂടി റഹ്മാനായ റബ്ബ് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറക്കിക്കൊണ്ട് സ്വഹാബാക്കളെ ബോധ്യപ്പെടുത്തിയത്. സഹോദരങ്ങൾ, അതിൻ്റെ 7 അയലത്ത് നിൽക്കുവാൻ നമ്മെ കൊണ്ട് സാധ്യമാണോ വിശ്വാസികളെ? സ്വന്തം ജീവിതത്തിലെ നിഅമത്തുകൾ, സ്വന്തം ജീവിതത്തിലെ ഒരു കാര്യവും പരിഗണിക്കാതെ തൻ്റെ സഹോദരൻ്റെ കാര്യത്തെ പരിഗണിക്കുക എന്നുള്ളത് അങ്ങനെയൊന്നും എല്ലാവർക്കും സാധ്യമായി കൊള്ളണമെന്നില്ല. അതേ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് സുവിശേഷം അറിയിച്ചു കൊടുത്തത് ആ സ്വഹാബികൾക്ക്. ആ ആയത്ത് അവസാനിക്കുന്നത് വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, പിശുക്കിൽ നിന്നും രക്ഷപ്പെട്ടവർ ആരോ അവരാണ് അള്ളാഹുവിൻ്റെ വിജയികൾ എന്ന് വിശുദ്ധ ഖുർആൻ ആയത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതിൻ്റെ 7 അയലത്ത് നിൽക്കുവാനെങ്കിലും നമ്മുടെ ജീവിതത്തെ നാം അടയാളപ്പെടുത്തണം. സഹോദരങ്ങളെ, സാധാരണ നമ്മുടെ ഈ റമളാനെ കുറിച്ച് മറ്റുള്ള മതക്കാർ പോലും പറയുന്നത് റമളാൻ അത് യാചനയുടെ മാസമാണ്, അത് ചോദിച്ചു വരുന്നവരുടെ മാസമാണെന്നൊക്കെയുള്ള വളരെ മോശമായ ഒരു രീതിയിലാണ് നമ്മുടെ ഈ റമളാനെ പോലും അന്യ സമുദായക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ഈ സമുദായത്തിലെ മഹല്ലിലെ നേതാക്കന്മാർ, ഉമറാക്കളും ഉലമാക്കളും അതിനെതിരെ കണ്ണടച്ചുകൊണ്ട് മൗനം പാലിക്കുകയാണ്. അവർ വീടുകൾ തോറും ചെല്ലട്ടെ, അവർ യാചന നടത്തട്ടെ, അവർക്കുള്ള മാസമാണ് എന്നുള്ള ആ ഒരു രീതിയിലാണ് ഈ റമളാൻ ആകുമ്പോഴേക്കും ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്താണ് പറയുന്നത്? സ്വഹാബാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മുതുകിൽ വിറക് ശേഖരിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ പാവങ്ങൾക്ക് സ്വതക്ക കൊടുക്കണം. നോക്കൂ സഹോദരങ്ങളെ, ഈ സ്വതക്ക കൊടുക്കുക എന്നുള്ളത് വലിയ സമ്പന്നന്മാർക്ക് മാത്രമുള്ള കാര്യമല്ല. അള്ളാന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ കാടുകളിൽ ചെന്നുകൊണ്ട് വിറകുകൾ ശേഖരിച്ച് മുതുകിൽ കെട്ടിവെച്ചുകൊണ്ട് അതിനെ വിറ്റുകൊണ്ടെങ്കിലും നിങ്ങൾ സ്വതക്ക കൊടുക്കണേ എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തേ? നിങ്ങൾ ജനങ്ങളിൽ നിരാശ്രയനാകണം. ജനങ്ങളുടെ മുന്നിൽ ഒന്നും ചോദിക്കുവാൻ പാടില്ല. അഭിമാനത്തെ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ അവസാനം പറയുകയാണ്, ഖൈറുൽ ലഹു, അത് ഏറ്റവും നല്ലതാണ്, ഏറ്റവും ഉത്തമമാണ്. ഫഇന്നൽ യദൽ ഉൽയാ അഫ്ളലു മിനൽ യദിസ് സുഫ്ലാ. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ദാനം കൊടുക്കുന്ന ദാനം നൽകുന്ന കൈകളാണ് വാങ്ങുന്ന കൈകളെക്കാളും ഏറ്റവും ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ ഹദീസ് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോൾ, നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ ആദ്യമായി നിങ്ങൾ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ ആശ്രയരെയാണ്, നിങ്ങളുടെ കുടുംബക്കാരെയാണ്, നിങ്ങളുടെ സഹോദരങ്ങളെയാണ്. അങ്ങനെയല്ലല്ലോ നമ്മുടെ നാടുകളിലും നമ്മുടെ പരിസരങ്ങളിലും. നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവനെ നല്ലൊരു ധനാഢ്യൻ എന്ന് പറയണം,
നല്ലൊരു സ്വതക്ക കൊടുക്കുന്നവനാണെന്ന് പറയണം. കുടുംബക്കാരെ പട്ടിണിക്കിട്ടുകൊണ്ട്, കുടുംബക്കാരെ മറ്റുള്ളവരുടെ മുന്നിൽ യാചനക്കിട്ടുകൊണ്ട് ഇദ്ദേഹം മറ്റുള്ളവരിലേക്ക് ദാനം ചെയ്യുന്ന ഒരു ദുഷിച്ച കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. ദുഷിച്ച കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ കുറെ ആൾക്കാർ ജീവിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. സഹോദരങ്ങളെ, പാടില്ല. നിങ്ങൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ധർമ്മം ചെയ്യുകയാണെങ്കിൽ ആദ്യം നിന്റെ സഹോദരന് കൊടുക്കുക, ആദ്യം നിന്റെ ആശ്രിതർക്ക് കൊടുക്കുക, നിന്റെ കുടുംബക്കാർക്ക്. അങ്ങനെയുള്ള അർഹരാണ് നിന്റെ കുടുംബത്തിലുള്ളത് എങ്കിൽ അവിടം ഫില്ല് ചെയ്തതിന് ശേഷം മതി നീ മറ്റുള്ളവരിലേക്ക് കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ആ ദാനം ചെയ്യുവാനുള്ള മാസം, നോമ്പ് പിടിക്കുവാനുള്ള മാസം, റബ്ബിലേക്ക് തിരിയുവാനുള്ള ഒരു മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഈ നോമ്പിനേക്കാളും പവിത്രമായ ശ്രേഷ്ഠമായ ഒരു കർമ്മം അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. സഹോദരങ്ങളെ, നോക്കൂ, മഹാനായ അബൂ അമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പ്രവാചകരോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മുർനി ബി അംറിൻ യൻഫഉനി അല്ലാഹു ബിഹി. അള്ളാഹുവിന്റെ അടുക്കൽ പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എന്നോട് കൽപ്പിക്കുമോ റസൂലേ? അള്ളാന്റെ റസൂലിന്റെ മറുപടി, അലൈക ബിസ്സിയാം, നോമ്പ് മതി നിനക്ക്. ഫഇന്നഹു ലാ മിസ്ല ലഹു. അള്ളാഹുവിന്റെ അടുക്കൽ പ്രയോജനകരമായ ശ്രേഷ്ഠകരമായ ഒരു അമൽ അതിനേക്കാളും മറ്റൊന്നില്ല എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നോമ്പാണ്, ആ റമളാനാണ് നമ്മിലേക്ക് വരാനുള്ളത്. റബ്ബിന്റെ അടുക്കൽ ഏറ്റവും മൻഫഅത്തായ, ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യമാണ് വിശ്വാസികളെ, ഒരു അമലാണ് ഈ നോമ്പ് എന്ന് പറയുന്നത്. നാം തിരിച്ചറിയുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, നോമ്പുകാർക്ക് ഒരു വാതിൽ, നമസ്കാരക്കാർക്ക് ഒരു വാതിൽ, സ്വതക്ക കൊടുക്കുന്നവർക്ക് സ്വർഗത്തിൽ ഓരോ വാതിലുകൾ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറയുകയാണ്, മലക്കുകൾ ചോദിക്കുമെന്നാണ്, ഐന സ്വായിമൂൻ, എവിടെയാണ് നോമ്പുകാരുള്ളത്? എവിടെയാണ് നോമ്പുകാരുള്ളത്? അവരെ ആ നോമ്പിന്റെ ആൾക്കാർ റയ്യാൻ എന്നുള്ള വാതിലിൽ കൂടി പ്രവേശിപ്പിക്കും. അങ്ങനെ നോമ്പുകാരൻ അവസാനത്തെ ആലം എത്തിക്കഴിഞ്ഞാൽ ആ വാതിലുകൾ അടച്ചു പൂട്ടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, കുല്ലു അമലി ബിനി ആദം യുളാഅഫുൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700 ളൈഫിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മനുഷ്യന്റെ എല്ലാ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം അതിന്റെ ഇരട്ടിയാണ്. നന്മയുടെ പ്രതിഫലം എന്ന് പറയുന്നത് 10 മുതൽ 700 വരെയാണ് ഒരു നന്മയുടെ പ്രതിഫലം. ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇല്ല സൗം, നോമ്പൊഴികെ ഓരോ സൽക്കർമ്മങ്ങൾക്കും ഇരട്ടിയാണ്. 10 മുതൽ 700 വരെയാണ് അതിന്റെ പ്രതിഫലം. നോമ്പൊഴികെ അല്ല പറയുകയാണ്, ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. നോമ്പ് എന്ന് പറയുന്നത് അത് എനിക്കുള്ളതാണ്. എല്ലാ കർമ്മങ്ങളും മനുഷ്യനുള്ളതാണ്, എന്നാൽ നോമ്പ് എനിക്കുള്ളതാണ്. വഅന അജ്സി ബിഹി, ഞാൻ അതിന് പ്രതിഫലം നൽകും. എന്തുകൊണ്ട്? യദഅ ശഹവതഹു വതആമഹു മിൻ അജ്ലി. നോമ്പുകാരൻ എൻ്റെ പേരിലാണ് അവന്റെ ആഗ്രഹം വെടിഞ്ഞത്, എൻ്റെ പേരിലാണ് അവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയത്, എനിക്ക് വേണ്ടിയാണ് അവൻ ഉപവാസം അനുഷ്ഠിച്ചത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാർക്ക് 2 സന്തോഷം. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷം അനിർവചനീയമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് നോമ്പുകാരന്റെ സന്തോഷമാണ്. സ്വർഗം നേടിയെടുക്കേണ്ടതുപോലെ തന്നെ വിശ്വാസികളെ, റബ്ബിന്റെ ലിഖാഇനെ നാം കണ്ടുമുട്ടണം, അവനെ നാം കണ്ടുമുട്ടണം. അതിനു വേണ്ടിയാണ് പരിശുദ്ധമായ നോമ്പ്. ആ നോമ്പും പരിശുദ്ധ ഖുർആനും നമുക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. സഹോദരങ്ങളെ, ആ 2 കർമ്മങ്ങളും സമ്മേളിക്കുന്ന പരിശുദ്ധമായ ഒരു മാസമാണ് ഈ വരുന്ന വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ നമ്മിലേക്ക് സമാഗതമാകുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നഷ്ടപ്പെടുത്തരുത്. അടുത്ത റമളാനിൽ നമ്മുടെ ജീവിതമുണ്ടോ? ആർക്കാണ് പറയുവാൻ സാധ്യമാവുക? ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂടെ കഴിഞ്ഞ റമളാനിൽ ആരോഗ്യത്തോടെ ഇരുന്നവർ പോലും ഇന്ന് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന,
വെള്ളം കുടിക്കുന്ന ഒരവസ്ഥയിൽ നാം ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിന്റെ വരദാനമായ ഈ റമദാനിൽ നേടിയെടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, നാളെ പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കൽ റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും രണ്ടെണ്ണം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അസ്സുയാമു വൽ ഖുർആനു യശ്ഫആൻ. നോമ്പും ഖുർആനും നമുക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുമെന്നാണ്. മലക്കുകൾ പോലും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ മടിക്കുന്ന ഒരു ലോകമാണ് ആ ഖിയാമത്ത് നാളെന്ന് മനസ്സിലാക്കുക സഹോദരങ്ങളെ. ഓരോ പ്രവാചകന്മാരും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഒഴിവാക്കുന്ന ആ വേളയിൽ നമുക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കൽ നോമ്പും ഖുർആനും ശുപാർശ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പറയുകയാണ്, നോമ്പ് പറയും, യഖൂലു സിയാം ഐ റബ്ബ് മനഅതഹു തുആമ വശഹവാതു ബിന്നഹാർ. ഇയാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചവനാണ്, എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ചുകൊണ്ട് അതിനെയെല്ലാം തടഞ്ഞു നിർത്തിയവനാണ്. അതുകൊണ്ട് യാ റബ്ബ് ഫശഫഅനി ഫീഹി, ഇവന് വേണ്ടി നിന്നോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു റബ്ബേ, നീ സ്വീകരിക്കണേ എന്ന് നോമ്പ് പറയും. വയഖൂലുൽ ഖുർആൻ, പരിശുദ്ധമായ ഗ്രന്ഥം റബ്ബിനോട് പറയും, യാ റബ്ബ് മനഅതുഹു നൗം ബില്ലൈലി ഫശഫഅനി ഫീഹി, രാത്രിയുടെ നിദ്രകളെ ഒഴിവാക്കിക്കൊണ്ട് എന്നെ പാരായണം ചെയ്തവനാണ് യാ റബ്ബ്, നീ ഇവന് വേണ്ടി നിന്നോട് റബ്ബേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, നീ സ്വീകരിക്കണേ എന്ന് നോമ്പും ഖുർആനും പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫയുശഫആൻ, രണ്ടുപേരുടെയും ആ ശുപാർശ റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, അങ്ങനെയുള്ള മാസമാണ് നമ്മിലേക്ക് വരുന്നത്. ഖുർആൻ പാരായണത്തിൽ നാം സമയം കണ്ടെത്തണം. നോമ്പിന്റെ ആ സൂക്ഷ്മതയിലെല്ലാം നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുടുംബം, സമ്പത്ത്, മക്കൾ, അയൽവാസികൾ, ഇവരിൽ നിന്നൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് സ്ഖലിതങ്ങൾ സംഭവിച്ചേക്കാം, പിഴവ് സംഭവിച്ചേക്കാം. ഒരുപക്ഷെ അയൽക്കാരോടുള്ള ആ ബന്ധത്തിന്റെ ഊഷ്മളത കുറഞ്ഞു പോയേക്കാം. അതുപോലെ തന്നെ മക്കളുമായിട്ടുള്ള ആ ബന്ധത്തിൽ കുറച്ചൊക്കെ ഊഷ്മളത കുറഞ്ഞു പോയേക്കാം. അതുപോലെ തന്നെ സമ്പത്ത്, അതുപോലെ തന്നെയാണ് കുടുംബം. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫിത്ന നിങ്ങളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുകഫിറുഹാ, അതിനുള്ള പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അസ്സലാ വസ്സൗം വസ്സദഖ വഅംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. വിശ്വാസികളെ, ഈ 4 കാര്യങ്ങൾ അതിന് പരിഹാരമാണ്. വിശ്വാസികളെ, നമ്മുടെ കുടുംബക്കാരോട് എന്തെങ്കിലുമൊക്കെ പിഴവുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകാം, മനുഷ്യരാണ്. അയൽവാസികളോട് കുഴപ്പങ്ങളൊക്കെ, ഫിത്നകൾ ഉണ്ടായേക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ഖലിതങ്ങൾ ഉണ്ടായേക്കാം. ഫയുകഫിറുഹാ, അതിന്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അവന്റെ നമസ്കാരമാണ്, അവന്റെ നോമ്പാണ്, അവന്റെ സ്വദഖയാണ്, അവന്റെ അംറും ബിൽ മഅറൂഫ് വന്നഹ്യും അനിൽ മുൻകർ, നന്മ ഉപദേശിക്കുക ദഅവത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, പരിശുദ്ധമായ ഈ റമളാനിൽ നാം നേടിയെടുക്കേണ്ടത്, നാം തിരസ്കരിക്കുകയാണെങ്കിൽ പരാജയം നമുക്ക് തന്നെയാണ് സഹോദരങ്ങളെ. നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റമളാൻ കൊണ്ട് നമ്മുടെ പാപം പുറത്തു കിട്ടുവാനുള്ള അമലുകൾ ചെയ്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം പോലും നമുക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത് മഹാനായ ജിബ്രീൽ. ദുആക്ക് ഉത്തരം നൽകിയത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകരുടെ ദുആ അല്ലാഹു തട്ടിക്കളയുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നാം നേടിയെടുക്കണം നമ്മിലേക്ക് വരുന്ന വിരുന്നുകാരനെ, ആ അതിഥിയെ എല്ലാ നിലക്കും നാം മാനിക്കണം. ഖുർആൻ പാരായണം കൊണ്ട്, സ്വദഖകൾ കൊണ്ട്, നല്ല വാക്കുകൾ കൊണ്ട്, നല്ല ഇടപെടലുകൾ കൊണ്ട്, നല്ല കൊടുക്കൽ വാങ്ങൽ കൊണ്ട്, നല്ല സംസാരം കൊണ്ട് നാം ആ റമളാനെ നേടിയെടുത്തുകൊണ്ട് ജീവിതത്തെ നാം ധന്യമാക്കിയില്ലെങ്കിൽ വിശ്വാസികളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവല്ലോ, റുബ്ബ സ്വാഇം, എത്രയെത്ര നോമ്പുകാരാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എത്രയെത്ര നോമ്പുകാരാണ്, വിശപ്പും ദാഹവുമാണ് അവർ ഉൾക്കൊണ്ടത്.
വേറെ ഒന്നും അവരുടെ ജീവിതത്തിൽ നേടിയെടുത്തില്ല. വിശപ്പും ദാഹവും. എന്തേ കാരണം? നോമ്പുകൊണ്ട് അവൻ്റെ നാവിനെ സൂക്ഷിച്ചില്ല, നോമ്പുകൊണ്ട് അവൻ്റെ അവയവങ്ങളെ സൂക്ഷിച്ചില്ല, നോമ്പുകൊണ്ട് വേണ്ട വിധം അത് പരിഗണിച്ചില്ല. അങ്ങനെയുള്ള എത്ര നോമ്പുകാർ, അങ്ങനെയുള്ളവരുടെ നോമ്പ്, അങ്ങനെയുള്ളവരുടെ ഉപവാസം അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, ആ റമളാനിൽ അതിൻ്റെതായ അഹ്കാമുകൾ കൊണ്ട്, അതിൻ്റെതായ മതവിധികളൊക്കെ പഠിച്ചുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എളുപ്പമാണ് സഹോദരങ്ങളെ. ഹുക്മുകൾ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് എളുപ്പമുള്ള ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ അറിയേണ്ടത് അനിവാര്യമാണ് സഹോദരങ്ങൾ. ആ നോമ്പിന്റെ ഏത് കർമ്മങ്ങളുടെയും പ്രാഥമികമായ പരിഗണന റബ്ബിന്റെ അടുക്കൽ പരിഗണിക്കുക എന്ന് പറയുന്നത് അവന്റെ നിയ്യത്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ. സുബ്ഹ് ബാങ്കിന്റെ മുമ്പ് തന്നെ, പ്രഭാതത്തിന് മുമ്പ് തന്നെ ആ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ കരുതുക. ആ കരുതലാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമ്മളൊക്കെ ചെയ്തിരുന്നവരാണ്, നമ്മളൊക്കെ അനുഷ്ഠിച്ചവരാണ്. ഇസ്ലാമികമല്ല സഹോദരങ്ങളെ, അത് ബിദ്അത്താണ്. നിയ്യത്ത് എന്ന് പറയുന്നത് നവ എന്നുള്ള പദത്തിൽ നിന്നും നിഷ്പന്നമായതാണ്. കരുതുക എന്നുള്ളതാണ്. കരുതൽ എവിടെയാ? നാവിൻ തുമ്പത്തല്ല, മനസ്സിലാണ്. അതിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് ഹൃദയമാണ് എന്ന് മുഹദ്ദിഥീങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് ഒരിക്കലും നാവ് കൊണ്ട് ഉച്ചരിക്കരുത്. നമ്മുടെയൊക്കെ പള്ളികളിലൊക്കെ ഇമാമുമാർ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ ചൊല്ലിക്കൊണ്ട് അത് ഏറ്റു ചൊല്ലിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെയൊക്കെ നാടുകളിൽ കാണുന്നത്. അത് ബിദ്അത്താണ് സഹോദരങ്ങളെ. പ്രഭാതത്തിന് മുമ്പ് അവൻ മനസ്സിൽ കരുതുക, അള്ളാഹുവിന് വേണ്ടി ഞാൻ നോമ്പ് നോക്കുന്നു എന്നുള്ള ആ ഒരു നിയ്യത്താണ് അതിന്റെ കാതലെന്ന് നാം മനസ്സിലാക്കുക. രണ്ടാമത്തേത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് സുഹൂർ എന്ന് പറയുന്നത്, അത്താഴം എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പലരും ചിലപ്പോഴൊക്കെ ഭക്തി കൊണ്ട് ആ അത്താഴത്തിനെ പോലും ഒഴിവാക്കുന്ന രീതിയൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ പഴമക്കാരിൽ. ഒരിക്കലും പാടില്ല സഹോദരങ്ങളെ. കാരണം അത് യഹൂദന്മാരുടെ ചര്യയാണ്. അള്ളാന്റെ റസൂല് പറയുകയാണ്, അത് യഹൂദന്മാരുടെ ചര്യ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹാ ബറകത്തുൻ, അത്താഴത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട്. അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫലാ തദ്ഉഹു, ആ അത്താഴത്തെ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലുമ്മ ഇലൽ ഗദാഇൽ മുബാറക്, അനുഗ്രഹീതമായ അത്താഴത്തിലേക്ക് നിങ്ങൾ ഓടി വരുവിൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത്. ഒരിറക്ക് വെള്ളമെങ്കിലും കുടിച്ചുകൊണ്ട് ആ അത്താഴത്തിന്റെ ബർക്കത്ത് നേടിയെടുക്കുവാൻ നാം പരിശ്രമിക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ ഇപ്രകാരം നാം കാണുകയാണ്. മുഫസ്സിരീങ്ങൾ മുഹദ്ദിഥീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, 50 ആയത്തുകൾ ഓതുന്ന ദൈർഘ്യമെങ്കിലും നാം ആ അത്താഴത്തിനും സുബഹിന്റെ അദാനിന്റെയും ഇടയിലുള്ള സമയത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ആ അത്താഴം കഴിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന പോലും ഉണ്ടാകുമെന്ന്. അള്ളാഹുവും അവന്റെ മലക്കുകളും നോമ്പിലെ അത്താഴത്തിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ആ അത്താഴത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുപാടിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ബിദ്അത്ത്. നോമ്പ് തുറയുടെ സമയമായി കഴിഞ്ഞാൽ എത്രയും വേഗം നോമ്പ് തുറക്കുക എന്നുള്ളത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നോമ്പ് തുറക്ക് ധൃതി കാട്ടുക എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു സവിശേഷതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാന അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅൻ നാസ് ഇഫ്താറൻ വഅബ്തഅഹും സുഹൂറാ. നോമ്പ് തുറ നിങ്ങൾ ധൃതി വെക്കണം, അത്താഴം നിങ്ങൾ പിന്തിപ്പിക്കണം. നോക്കൂ, ഈ രണ്ട് കാര്യത്തിനും വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ പല മുസ്ലിം സഹോദരങ്ങളും ചെയ്യുന്നത്. നോമ്പ് തുറ അവർ താമസിപ്പിക്കുകയാണ് സൂക്ഷ്മതയുടെ പേരിൽ. നമ്മളൊക്കെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നത് കാണുവാനായി പോയി നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൈകളിലിരിക്കുന്ന സോഷ്യൽ മീഡിയ അതിന് എത്രയോ മാധ്യമം നല്ലതാണ്. നമുക്കറിയാം
എപ്പോഴാ സൂര്യൻ ഉദിക്കുക, എപ്പോഴാണ് സൂര്യാസ്തമയം? സൂര്യാസ്തമയത്തിന്റെ സമയത്ത് തന്നെ ആ നോമ്പ് തുറ അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിന് ഏറ്റവും അനുഗ്രഹീതമാണ് എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. നോമ്പ് തുറക്കുന്ന സമയത്തിൽ അത് ജനങ്ങൾ എത്രയും വേഗം നോമ്പ് തുറക്കുന്നുവോ ആ സമയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ് അവർ ഖൈറിലായിരിക്കും. നോക്കൂ, ഈ ഖൈറിനെയാണ് അവഗണിച്ചുകൊണ്ട് സൂക്ഷ്മതയുടെ പേരിൽ നോമ്പ് തുറയുടെ സമയം കഴിഞ്ഞു 5-6 മിനിറ്റുകൾ കഴിഞ്ഞാണ് നമ്മുടെ പരിസരങ്ങളിലൊക്കെ അദാൻ വിളിക്കുന്നത്, അഥവാ ബാങ്ക് വിളിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ റസൂലിനോടുള്ള സുന്നത്തിനോടുള്ള ആ ഒരു ഈർഷ്യതയായിട്ടാണോ ഇവർ മനസ്സിലാക്കുന്നത്? അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത എന്ത് സൂക്ഷ്മതയാണ് ഈ വിഷയത്തിൽ ജനങ്ങൾ കാണുന്നത്? അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കുക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 3 വിഭാഗം ആൾക്കാരുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത് ലാ തുറദ്ദു ദഅവതഹും. 3 വിഭാഗം ആൾക്കാരുടെ ദുആ ഉറപ്പായും അല്ലാഹ് സ്വീകരിക്കും, ഒരു സംശയവും വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. 1, അസ്വാഇമു ഹീന യുഫ്തിറു, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന. പലപ്പോഴും ആ സമയങ്ങളിൽ ദുനിയാവിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നോമ്പ് തുറക്കുക. സമയമായില്ലേ എന്നൊക്കെ നോക്കിക്കൊണ്ട് നാം നോമ്പ് തുറക്കുന്ന, ദുനിയാവിൽ ആകൃഷ്ടനായിക്കൊണ്ടും അതിൽ സംസാരിച്ചുകൊണ്ടാണ് നാം നോമ്പ് തുറക്കുന്നത്. ആ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്ന് നിർഗളിക്കട്ടെ. ആ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തട്ടുകയില്ല. 2-മത്തത് യാത്രക്കാരൻ്റെ ആ പ്രാർത്ഥന, 3-മത്തത് ആക്രമിക്കപ്പെട്ടവൻ്റെയും പ്രാർത്ഥന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം സ്വാംശീകരിക്കണം, നാം അടയാളപ്പെടുത്തണം. അങ്ങനെ റബ്ബിൻ്റെ വരദാനമായ സ്വർഗത്തിൽ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആത്മാർത്ഥമായി പ്രതിഫലേച്ഛ ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ ഫർള് നോമ്പ് പിടിക്കുന്നത്, അള്ളാഹു അവർ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത്തരക്കാരിൽ ഉൾപ്പെടുവാൻ നമ്മുടെ ജീവിതത്തെ നാം ധന്യമാക്കണം, നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണം.